ആരും പോയില്ല. അവസാനം തീരുമാനം ഒന്നിച്ചെടുത്ത് കൊടുക്കണം, സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കണം തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. സാധാരണക്കാരനായ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, എന്റെ ബാപ്പ പറഞ്ഞു, ഇനി നമ്മളൊന്നും നോക്കണ്ടയില്ല, 40 ആലിമീങ്ങളും തീരുമാനം എടുത്തില്ലേ, പിന്നെ അതിന് നമ്മൾ സാധാരണക്കാർ വേറൊന്ന് ആലോചിക്കണം. ഇങ്ങനെയല്ലേ നമ്മുടെ മാതൃക? ആ മാതൃക അവലംബിച്ചുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വിശ്വസിച്ച് നിങ്ങൾ പിന്നിൽ അടിയുറച്ച് നിൽക്കണമെന്ന് ഞാൻ ഉണർത്തുന്നു. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുൽ മലിക് അൽ ഖസറൂനി തങ്ങളുടെ വാക്ക് മുൽതഫിത്തുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. നല്ല ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ ജീവിക്കുമ്പോ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവന്റെ ദുനിയാവിലും ആഖിറത്തിലും വിജയസ്ഥാനത്തെത്തിച്ചേരൂല. മുൽതഫിത്തുൽ ലാ യസിൽ വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നവരുണ്ടാകാം, അവർ വിജയിക്കൂല. വമൻ ലം യഅരിഫി النقص من اوقاته كل اوقاته نقص, സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവൻ മുഴുസമയവും നഷ്ടത്തിലാണ്. തപ്പാതെ അബ്ദുൽ മാലിക്കിൽ ഖസറൂനി, താങ്കൾ ഒരു ചൊല്ലാൽ ഓരാണ്ട് പാർത്തോവർ, ഈ വണ്ണം അല്ലാടടുപ്പാൻ കരുതിയിട്ട് 3 കാലം ചുറ്റി നടന്നോവർ. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ആ കേട്ട വാചകം ഒരു കൊല്ലത്തോളം ആവർത്തിച്ച് പറഞ്ഞു നടന്നത് എന്തിനാ? മുതഅല്ലിമീങ്ങളെ, പഠിപ്പിച്ച ഇൽമു മറക്കാതെ ഉസ്താദിൽ നിന്ന് കേട്ടത് ഓർമ്മിക്കാനാണ് കേട്ടോ. റിഫായി ശൈഖ് തങ്ങളെ ഇനിയൊന്നും വിളിക്കാൻ ബാക്കിയില്ല, ഒരു ചീത്തയും പറയാൻ ബാക്കിയില്ല, ഒരു തെറിയും പറയാൻ ബാക്കിയില്ല. പക്ഷേ മഹാനായ റിഫായി ശൈഖ് അതിന് മറുപടി പറയാൻ പോയിട്ടില്ല. അങ്ങനെ ചീത്ത പറഞ്ഞു നടന്ന ആ വ്യക്തിക്ക് മഹാനവർകൾ എഴുതിയ കത്തിൽ എഴുതിയത്, നിങ്ങൾ ഞാൻ നന്നാകാൻ പ്രാർത്ഥിക്കണമെന്നാണ്. അതുപോലെ ഈ പാവപ്പെട്ട എനിക്കും പറയാനുള്ളത്, അല്ലാഹു ജല്ല ജലാലുഹു എന്റെ ആഖിബത്ത് നന്നാക്കി തരണം. എനിക്കും ഹബീബായ നബി തങ്ങളെ കാണണം, മുൻഗാമികളായ മഹാന്മാരെ കാണണം. ഈ കുറ്റ്യാടിയിൽ മുൻകഴിഞ്ഞു പോയ കുറെ ഔലിയാക്കളില്ലേ, സയ്യിദന്മാരില്ലേ, അവര് പഠിപ്പിച്ച ആശയത്തിന് വേണ്ടി ഒരല്പസമയമെങ്കിലും ഉറക്കമൊഴിഞ്ഞെങ്കിൽ എനിക്കവരെ കൈപിടിക്കാൻ കഴിയണം. എനിക്ക് മദ്രസ ഉദ്ഘാടനം ചെയ്ത് നിന്ന മർഹൂം അവേലത്ത് തങ്ങൾ ആണ്ട് നടക്കുന്ന സമയം, എനിക്കും ധൈര്യം തന്ന ഇസ്മായിൽ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന സമയം, എനിക്കെപ്പോഴും ദുആ ചെയ്തു തന്ന താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും അനുസ്മരണം നടക്കുന്ന സമയം, ഞാൻ പറയട്ടെ, എനിക്കാ മഹാന്മാരുടെ കൂടെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മുസ്ലിം ലോകത്തിന് 2 ഭാഗ്യ ജുമാക്ക് പഠിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മക്കയിലും മദീനയിലും 20 റകഅത്ത് തറാവീഹ് നടപ്പാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ, അതേ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കൂടെ, 4 മദ്ഹബിന്റെ അയിമ്മത്തുകളുടെ കൂടെ ഈ പാവപ്പെട്ട എനിക്കും അവരുടെ ഖാദിമായി ഒരുമിച്ച് കൂടണം. അതുകൊണ്ട് തന്നെ ആരെയും ഒന്നും പറയാനില്ല, ആരോടും ഒന്നും പറയാനില്ല. അല്ലാഹു ജല്ല ജലാലുഹു തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകളുടെയും തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊടുക്കട്ടെ. നമുക്ക് തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ മനസ്സും നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ പോയിട്ടില്ല, അവിടുന്ന് ദുആ ചെയ്യാൻ പറയുകയാണ് ചെയ്തത്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരണം റഹ്മാനേ.